മക്കൾസ്, കാടിന് നടുവിലൂടെ വിജനമായ പാതയിലൂടെ ഞാൻ എവിടെയാണ് പോകുന്നതെന്നറിയോ? വളരെ കൗതുകവും ആശ്ചര്യമുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പള്ളിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. വളരെ ചെറിയ പള്ളി, ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളി എന്ന് പറയാൻ പറ്റുന്നൊരു പള്ളി. കൂടിപ്പോയ 10 പേർക്ക് മാത്രം നമസ്കരിക്കാൻ പറ്റുന്ന വളരെ കുഞ്ഞു പള്ളി. അവിടെയാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ പള്ളി എന്നതിലുപരി മറ്റൊരു പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് ഏകദേശം 22 അടി താഴ്ചയിലാണ് ഈ ഒരു കൊച്ചു പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാണുന്ന ഒരു ബോർഡാണിത്. ഇതിൽ 3 മതസ്ഥരുടെ അടയാളങ്ങൾ, ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും അതുപോലെ ഹിന്ദു മതസ്ഥരുടെയും വചനങ്ങൾ അവിടെ, അടയാളങ്ങളും വചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂഫിസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു പള്ളി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പൊ 10 പേർക്ക് മാക്സിമം നിസ്കരിക്കാം. 10 പേർക്ക്. അപ്പൊ ആദ്യം പള്ളി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം വെറും ഒരു ധ്യാനം ഇരിക്കാം, ഏകാഗ്രനായിട്ട് ധ്യാനം ഇരിക്കാം. നിങ്ങളെ ഷെയ്ഖിനല്ലേ? ഷെയ്ഖിനും ഞങ്ങൾക്കും. പിന്നീടാണ് പള്ളി എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പൊ തുടക്കത്തിൽ ഇത് വെറും ഒരു ധ്യാന കേന്ദ്രം മാത്രമായിട്ടാണ് ഇവരിത് തുടങ്ങിയത്. പിന്നീടാണ് പള്ളി എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറുന്നതും പള്ളിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നതും. പക്ഷേ സാധാരണഗതിയിലുള്ള ഇസ്ലാമിക ആചാരങ്ങൾ ഈ പള്ളിയിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള പല ചോദ്യങ്ങളും ഇവരോട് ഉന്നയിക്കുകയുണ്ടായി. അതിന് അവരുടേതായിട്ടുള്ള മറുപടികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഖുർആനുള്ള റിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുണ്ടോ? ഇല്ല, എല്ലാം ഒറിജിനൽ ഖുർആനാണ്. നല്ല ചൂടാണ്. ഒന്നാമത് ഒരു മലമ്പ്രദേശം പോലുള്ള പ്രദേശമാണ്. അതിൻ്റെ അടിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് ആരോടാ സാക്ഷ്യം വഹിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്ന അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ സാക്ഷി, അഷ്ഹദു വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനും ദൂതനുമാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊക്കെയാണ്. അത് അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രാചീന കാലഘട്ടത്തിലെ ഗുഹകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തുരങ്കം, അതിലൂടെ വേണം ഈ പള്ളിയിലെത്താൻ. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കേണ്ട UP-യിലോ കാശ്മീരോ ആണെന്ന്. 20 അടി, ഇത് ഭൂമിൻ്റെ 22 അടി അല്ലേ താഴ്ച. അപ്പോൾ മക്കൾസ്, ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം, കോതമംഗലത്തിൻ്റെ അടുത്തുള്ള നേര്യമംഗലം, അവിടുന്ന് തലക്കൂർ. അപ്പോൾ ഈ പറഞ്ഞ ധ്യാനം ഇരിക്കുക എന്ന് പറയുന്നില്ലേ, അത് എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും ഇരിക്കാം, ആർക്കും ഇരിക്കാം. ഭൂമിക്കടിയിലെ ഏറ്റവും ചെറിയ പള്ളി ലോകത്തിലെ തന്നെ എന്നാണ് അവകാശപ്പെടുന്നത് അല്ലേ? ഇതില് ചെറിയ പള്ളി ഉണ്ടാ ലോകത്തില്? ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹൈദരാബാദ് ആയിരുന്നു. അത് 110 സ്ക്വയർ ഫീറ്റിനാണ്. ഇത് 80 സ്ക്വയർ ഫീറ്റ്. 80 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. ശരി. പാദരക്ഷകൾ നടവഴിയിൽ ഇടാതെ റാക്കിൽ വെക്കുക. ഇവിടുന്ന് ചെരുപ്പ് ഊരി വെക്കുക. അപ്പോ ഇതാണ് ഹൗദ്.
ധ്യാനപീഠങ്ങളാണ്. ഇത് സൂഫിസത്തില് ഒരു ഇതുണ്ട്, മുറാക്കബ് എന്ന് പറയും. മുറാക്കബ് എന്ന് പറയും. ധ്യാനം അതായത് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ധ്യാനം ആരോടാണ്? അള്ളാഹുലേക്ക് വേണ്ടി. ഇതൊക്കെ ധ്യാന വീടും. ഇത് കൽവത്തുമുറി എന്ന് പറയുന്നത്. എന്താണ് കൽവത്തുമുറി? അതായത് 21 ദിവസം, 91 ദിവസം, 41 ദിവസം, ഒരു വർഷം, അങ്ങനെ പുറം ലോകമായിട്ട് ബന്ധമില്ലാണ്ട് 21 ദിവസം, 41 ദിവസം, 91 ദിവസം, ഒരു വർഷം, അങ്ങനെ. ഭക്ഷണം ലഘു ഭക്ഷണമായിരിക്കും. അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി. അതായത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള കോതമംഗലം, ആ കോതമംഗലത്തിൽ നിന്ന് നേര്യമംഗലം റൂട്ടിലേക്ക് പോകുന്ന ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഒരു കാട് പിടിച്ച പ്രദേശത്തു കൂടെ പോകുന്ന പോലെ ഒരു ഓട്ടോയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. തലക്കോടാണ് ഈ ഒരു അത്ഭുതം ഉളവാക്കുന്ന രീതിയിലുള്ള പള്ളിയുള്ളത്. അപ്പോൾ മക്കൾസ്, ഒരുപാട് കൗതുകവും ഒരുപാട് ആശ്ചര്യം, അത്ഭുതം, അങ്ങനെയൊക്കെയുള്ള ഒരു കൊച്ചു പള്ളിയാണിത്. സൂഫി ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പള്ളിയാണിത്. നമസ്കാരത്തിന് പുറമെ ഇവിടെ ഒരുപാട് ധ്യാനപീഠങ്ങൾ, ധ്യാനിക്കാനുള്ള, അള്ളാഹുവിനോട് ധ്യാനിക്കാനെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതായത് പുറംലോകമായിട്ട് കണക്ഷനൊന്നും ഇല്ലാതെ 21 ദിവസം, 41 ദിവസം, 90 ദിവസം അങ്ങനെ ധ്യാനമിരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവരുടെ ട്രസ്റ്റാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സാബിത്ത് എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ശിഷ്യൻ, ഇവിടുത്തെ ഷെയ്ഖിൻ്റെ ശിഷ്യനാണ് എന്നെ ഇതുവരെ അനുഗമിച്ചതും എല്ലാം കാണിച്ചു തന്നതും. സാബിത്തിനോട് യാത്ര പറഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഉസ്താദിൻ്റെ ഷെയ്ഖിൻ്റെ ശിഷ്യന്മാരാണ്. ഷെയ്ഖിനെ എനിക്കിന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണുള്ളത്. അപ്പോൾ ഊഷ്മളമായിട്ടുള്ളൊരു സ്വീകരണമാണ് ഇവരെനിക്ക് തന്നത്. എന്നെ സ്നേഹത്തോടെ ചായയും ഇതൊക്കെ തന്നു. ഇൻഷാ അല്ലാ വീണ്ടും കാണാമെന്ന ഉറപ്പിൽ ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം വിടും തലശ്ശേരിക്ക്. രാത്രിയാണ് എൻ്റെ ട്രെയിന്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.